നമുക്ക് കൺസൾട്ടേഷൻ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കഴുത്ത് വേദനയ്ക്ക് കാരണം എന്താണെന്നുള്ളത്. ശരിക്കും അത് പ്രോപ്പറായിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് മസിൽ സ്പാസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബോണ്ട് വരുന്ന തേയ്മാനത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക് ഇഷ്യൂസ് ആയിരിക്കാം, ഡിസ്കിൻ്റെ ഡീജനറേഷനോ, അങ്ങനെ വേറെ ഒരുപാട് കാരണങ്ങളായിരിക്കാം. അത് നമുക്ക് കഴുത്തിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളത് പഠിക്കാം. ഇത് ആണ് നമ്മുടെ നെക്ക്, സർവൈക്കൽ എന്നാണ് മെഡിക്കൽ വേർഡ് പറയുന്നത്. ഈ ബോക്സസ് ആണ് വെർട്ടിബ്രേ. ഇതിൻ്റെ ഇടയിലുള്ള ആഷ് കളറിൽ കാണുന്നതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ കാണുന്നത് റെഡ് കളറിലുള്ളത് ഡിസ്ക്, അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്കിനാണ് കാണിക്കുന്നത്. ഇവിടെ സ്പേസ് കുറയുകയും ഈ ഡിസ്ക് പുറത്തോട്ട് തള്ളി വരികയാണ് ഈ ഡിസ്ക് ബൾജെന്നോ അല്ലെങ്കിൽ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്നൊക്കെ പറയുന്നത്. ഈ കാണുന്ന ചെറിയ മഞ്ഞ വരകളാണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ഈ ഡിസ്ക് തള്ളി ഈ സ്പൈനൽ നെർവ്സിനെ പോയി ടച്ച് ചെയ്യുമ്പോൾ മിക്കവർക്കും കയ്യിലേക്ക് ഇറങ്ങുന്ന വേദന അനുഭവപ്പെടാറുണ്ട്. മസിൽ സ്ട്രെയിൻ കൊണ്ടോ ബാഡ് പോസ്ചർ കൊണ്ടോ ഡിസ്കിനൊരു വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നെക്കിൻ്റെ മസിൽസ് വീക്കാവുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർക്കത് ചെയ്യാൻ പറ്റാതെ വരികയും ആ ചെയ്യുന്ന സ്ട്രെയിൻ മൊത്തം ആ ഡിസ്കിൽ പോവുകയും അങ്ങനെ ആ ഡിസ്ക് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഡിസ്കിനെ നമ്മൾ പറയുന്നത്. അത് പ്രൊട്രൂഷൻ ആയിരിക്കാം, സിക്വസ്ട്രേഷൻ ആയിരിക്കാം, ഹെർണിയേറ്റഡ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈയും ചെയ്യുന്നുണ്ട്. IT പ്രൊഫഷണൽസിനാണ് അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. കാരണം അവർ പ്രൊലോങ് സിറ്റിംഗ്, ഒരു 8-9 മണിക്കൂറോളം അവർ കണ്ടിന്യൂസ് ഇരിക്കുകയും അവരിടയ്ക്കൊരു ബ്രേക്ക് കിട്ടാതെ ആ ഒരു ഡിസ്കിന് അത്രയും സ്ട്രെയിൻ വരികയും അത് ഡിസ്കിന് തള്ളി അത് കയ്യിലേക്ക് പയ്യെ വേദന ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് IT പ്രൊഫഷണൽസ് മാത്രമല്ല, അത് ഒരുപാട് നേരെ ഇരിക്കുന്നത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസും എർഗണോമിക്സ് പോസ്ചറും അവർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എക്സസൈസും എർഗണോമിക്സും ശ്രദ്ധിച്ചിട്ടും കഴുത്തുവേദന മാറുന്നില്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.